എന്റെ ദാ ഈ ഫോട്ടോയിൽ കാണുന്ന ഈ ഹെയറിൽ നിന്നും ഞാൻ ദാ ഇപ്പൊ കാണുന്ന ഈ ഹെയറിലേക്ക് ആക്കിയത് വെറും 1 മന്ത് കൊണ്ട് മാത്രമാണ് കേട്ടോ. അതും ഒരുപാട് കാശ് മുടക്കി കടയിൽ നിന്ന് ഹെയർ ഓയിൽ ഒന്നും വാങ്ങിച്ചിട്ടൊന്നും അല്ല കേട്ടോ ഞാൻ ഇത് ചെയ്തേക്കുന്നത്. വീട്ടിലെ കുറച്ച് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രം ചെയ്തതാണ്. നമുക്കതിപ്പോ എന്താണെന്ന് നോക്കാം. എന്റെ ട്രീറ്റഡ് ഹെയർ ആണ്. ആ ഹെയറിലും ഇത്രയും എഫക്റ്റീവ് ആയിട്ട് അത് ആവണമെങ്കിൽ അത്രയ്ക്കും സൂപ്പർ പ്രോഡക്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ എന്ത് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇത് ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കുന്നതുണ്ടല്ലോ ഒരു ഒനിയൻ ആണ്, ഒരു മീഡിയം സൈസുള്ള ഒനിയൻ ആണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ ഹെയറിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. കുറച്ചുകൂടി ഹെയർ നീളം ഉണ്ടെങ്കിൽ നിങ്ങൾ 1-2 എടുക്കുക. പിന്നെ ഇതിലേക്ക് കാസ്റ്റർ ഓയിൽ ആണ് കേട്ടോ. ഇത് ഞാൻ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. എന്റെ മുന്നത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. സോ അത് ആദ്യം നമ്മളൊരു സ്പ്രേ ബോട്ടിൽ കുറച്ച് അത് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു സ്പൂണോ 2 സ്പൂണോ അതിലേക്ക് ഒഴിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ഒനിയനും കട്ട് ചെയ്ത് വെച്ച ഒനിയൻ, പിന്നെ അതിൻ്റെ അകത്ത് ഞാൻ 1 പീസ് അലവേര ആഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അലവേര ജെല്ലല്ല കേട്ടോ, നാച്ചുറൽ ആയിട്ടുള്ള അലവേരയാണ് ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. ഇത് ഞാൻ എന്നിട്ട് മിക്സിയിൽ നല്ല രീതിയിൽ അടിച്ചെടുത്തതാണ്. എന്നിട്ട് നിങ്ങൾ അത് ഒരു അരിപ്പ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ ഇതുപോലെ നമ്മുടെ സ്കാൽപ്പിൽ വേണം കേട്ടോ ആദ്യം ഫുള്ള് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഇത് കണ്ട എന്റെ ഹെയർ നിങ്ങൾക്ക് ഇപ്പൊ കണ്ടാൽ മനസ്സിലാവും, കുഞ്ഞി ഹെയർ വളർന്നു വരുന്നുണ്ട്. അത് ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യും. സ്ട്രെയിറ്റഡ് ഹെയറിനൊക്കെ അടിപൊളി കേട്ടോ. ബൊട്ടോക്സ് ചെയ്തത്, സ്ട്രെയിറ്റൻ ചെയ്ത ഹെയർ ഒക്കെ ആണെങ്കിൽ ഇത് യൂസ് ചെയ്തോ, നിങ്ങൾക്ക് ഹെയർ ഫോൾ നല്ല രീതിയിൽ കുറയും. അപ്പൊ എന്തായാലും നിങ്ങൾ ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ട് ഇതിന്റെ റിസൾട്ട് പറയാം കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.